ജംഗ്ഷനിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ പരിശോധന നടത്തി. അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മടങ്ങിയ ED സംഘത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും ആ വാഹനത്തിന് നേരെ അതിക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ് SFIയുടെ ചാല ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ആദർശ് BS. സംഭവം വിവാദമാകുകയും അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ കടുപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇവിടെ നിന്ന് വിസിറ്റിംഗ് വിസയിൽ UAE-യിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ആദർശ്. അതിനിടയിലാണ് അഭിഭാഷകൻ മുഖേന നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള നിർദ്ദേശം ആദർശിന് കിട്ടിയത്. അങ്ങനെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ട് ചെന്നൈ വിമാനത്താവളം വഴി കേരളത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ലുക്കൌട്ട് നോട്ടീസ് നിലവിലുണ്ടായിരുന്ന ആദർശിനെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെക്കുകയും പിന്നീട് അക്കാര്യം സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടെ ഡീറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ആദർശിനെ ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറും. തുടർന്ന് ആദർശനെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും സമാനമായ തരത്തിൽ പാളയം സന്തോഷ് എന്ന മറ്റൊരാൾക്കെതിരെയും ഈ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയാണ്. ഇയാളും അപ്പോൾ മുതൽ ഒളിവിലാണ്. ഇയാൾക്കെതിരെയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനിടെയാണ് വളരെ നാടകീയമായി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദർശ് BS എന്ന SFI ചാല ഏരിയ കമ്മിറ്റി അംഗം ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് അല്പസമയത്തിന് ഇടയിൽ എമിഗ്രേഷൻ വിഭാഗത്തിന്റെ പിടിയിലായിരിക്കുന്നു. അതായത് ഈ ആദർശിനെ ഉടൻ തന്നെ മറ്റു നടപടികൾക്ക് വിധേയമാക്കും, വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് തന്നെ എത്തിക്കും. കാരണം തിരുവനന്തപുരത്താണല്ലോ ആക്രമണം ഉണ്ടായത്. അങ്ങനെ വേണമോ പ്രതീക്ഷിക്കാൻ? ഡാൻ, തീർച്ചയായിട്ടും ഈ സംഭവം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ഒക്കെ ചെയ്തത് തിരുവനന്തപുരം സിറ്റി പോലീസാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ അന്വേഷണം നടത്തുന്നതും സിറ്റി പോലീസാണ്. എമിഗ്രേഷൻ വിഭാഗം ലുക്കൌട്ട് നോട്ടീസ് നിലവിലുള്ള ഒരു വ്യക്തിയായതിനാൽ, പ്രതിയായതിനാൽ അവിടെ തടഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കൺസേൺഡ് ഓഫീസർമാർക്ക് കൈമാറുകയാണ് പതിവ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കസ്റ്റഡിയിലെടുത്ത് ആദർശ് BSനെ തിരുവനന്തപുരത്ത് എത്തിക്കുന്ന ഒരു നടപടിയിലേക്കായിരിക്കും ഇനി കടക്കുകയെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ വാഹനം, ആ വാഹനത്തെ ആണ് CPIM പ്രവർത്തകർ സംഘം ചേർന്നുകൊണ്ട് ആക്രമിച്ചത്. അതിൽ നിരവധി ആളുകളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പലർക്കും ഇപ്പോൾ തന്നെ ജാമ്യം ലഭിച്ച, ഉപാധികളോടെ ജാമ്യം ലഭിച്ചിട്ടുള്ള സാഹചര്യം കൂടി ആണ് ഉള്ളത്. അതിനിടയിലായിരുന്നു ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള ആദർശ് എന്ന വിദ്യാർത്ഥി, SFI നേതാവ് കൂടിയാണ് ആദർശ് ഒളിവിൽ പോയത്. ഇപ്പോഴിതാ ആദർശിനെയും പിടികൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.